സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2024 ജനുവരി 4 തീയതി വ്യാഴാഴ്ച. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത്. ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കേരള എൻട്രൻസ് പരീക്ഷ ഈ വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ രീതിയിൽ നടത്താൻ തീരുമാനം. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് മന്ത്രിസഭായോഗം സാധൂകരിച്ചു. നിലവിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി 2 പേപ്പറുകളിൽ OMR അധിഷ്ഠിത പേപ്പർ പെൻ രീതിയിൽ നടത്തുന്ന പരീക്ഷ ഇനി മുതൽ 3 മണിക്കൂറുള്ള ഒറ്റ പരീക്ഷയായിരിക്കും. JEE പരീക്ഷാ മാതൃകയിൽ ഒന്നിലധികം ചോദ്യപേപ്പർ ഉപയോഗിച്ച് വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും പരീക്ഷ. പ്രവേശന പരീക്ഷയിലെ യഥാർത്ഥ സ്കോർ പരിഗണിക്കുന്നതിന് പകരം അഖിലേന്ത്യാ പ്രവേശന പരീക്ഷകളിൽ പിന്തുടരുന്ന പെർസെൻറ്റൈൽ സ്കോർ രീതി കേരള എൻട്രൻസിലും നടപ്പാക്കാനാണ് പ്രവേശന പരീക്ഷാ കമ്മീഷന് സമർപ്പിച്ച ശുപാർശയിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമതായി ഡെയിലി അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കാനുള്ളത് പുനർഗേഹം പദ്ധതിയുടെ സർവേ ലിസ്റ്റിൽ ഉൾപ്പെട്ടതും സുരക്ഷിത മേഖലയിൽ സ്വന്തമായി ഭൂമിയുള്ളവരുമായ 355 ഗുണഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശത്തിൽ ഭേദഗതി വരുത്തി ഭവന നിർമ്മാണ ആനുകൂല്യം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പുനർഗേഹം പദ്ധതിക്കായി ഭരണാനുമതി നൽകിയിട്ടുള്ള 2450 കോടി രൂപയിൽ നിന്ന് 4 ലക്ഷം രൂപ വീതമാണ് നൽകുക. വേലിയേറ്റ മേഖലയിൽ നിന്ന് 200 മീറ്റർ പുറത്ത് സുരക്ഷിത മേഖലയിൽ സ്വന്തമായി സ്ഥലമുള്ള, നിലവിൽ വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന, സർവേ ലിസ്റ്റിൽ ഉൾപ്പെട്ട 355 ഗുണഭോക്താക്കളെ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനാണ് മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തിയത്. ഇനി മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന LD ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വൈകിയവർക്ക് ആശ്വാസ വാർത്തയാണ്. LD ക്ലർക്ക് അടക്കമുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടിയതായി PSC വ്യക്തമാക്കിയിരിക്കുകയാണ്. അവസാന തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് 2 ദിവസത്തേക്ക് കൂടി തീയതി നീട്ടിയതായി PSC അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം LD ക്ലർക്ക് അടക്കമുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 5-ാം തീയതിയാകും. 5-ാം തീയതി രാത്രി 12 മണി വരെ അപേക്ഷ സമർപ്പിക്കാമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമത്തെ കാര്യം നോക്കാം. KSEBയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് നിങ്ങളിലേക്ക് ഇനി അറിയിക്കാനുള്ളത്. വൈദ്യുതി വിച്ഛേദിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് അധികൃതർ. ഉടൻ പണമടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായാണ് KSEB രംഗത്തെത്തിയിട്ടുള്ളത്. ഓൺലൈൻ പണം തട്ടിപ്പുകാർ KSEBയെയും ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന SMS, വാട്സപ്പ് സന്ദേശത്തിലെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ KSEB ഉദ്യോഗസ്ഥൻ എന്ന വ്യാജാനി സംസാരിച്ച് ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് ഉപഭോക്താവിൻ്റെ ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കി പണം കവരുന്ന രീതിയാണ് തട്ടിപ്പുകാർ നടത്തിവരുന്നത്. എത്രയും വേഗം പണമടച്ചില്ലെങ്കിലോ വിവരങ്ങൾ നൽകിയില്ലെങ്കിലോ വൈദ്യുതി വിച്ഛേദിക്കുമെന്നാണ് സന്ദേശം. ഇത് ഒറ്റനോട്ടത്തിൽ KSEBയുടേതാണെന്ന് ഉപഭോക്താക്കൾ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ KSEB അയക്കുന്ന സന്ദേശങ്ങളിൽ 13 അക്ക കൺസ്യൂമർ നമ്പർ, അടയ്ക്കേണ്ട കൃത്യമായ തുക, പണമടയ്ക്കാനുള്ള ലിങ്ക് തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും. ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, OTP തുടങ്ങിയവ ഒരു ഘട്ടത്തിലും KSEB ആവശ്യപ്പെടില്ലെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. വൈദ്യുതി ബില്ല് അടയ്ക്കാൻ www.kseb.in വെബ്സൈറ്റോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന KSEB എന്ന ഔദ്യോഗിക ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനോ ഉപയോഗിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും 5-ാമത്തെയും അപ്ഡേറ്റ് നോക്കാം. വാട്സപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇനി നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഗൂഗിൾ, വാട്സപ്പ് എന്നീ കമ്പനികൾ സംയുക്തമായി കഴിഞ്ഞ വർഷം എടുത്ത ഒരു തീരുമാനം ഈ വർഷം ആദ്യം പ്രാബല്യത്തിൽ വരികയാണ്. ഒരാളുടെ ഗൂഗിൾ ഡ്രൈവിൽ പരമാവധി 15 GB ഡാറ്റ മാത്രമേ ഫ്രീ ആയി സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ബാധകമാകുന്നത് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കാണ്. iOS ഉപയോക്താക്കൾ ആപ്പിൾ നൽകുന്ന 5 GB ആണ് ഫ്രീ സ്റ്റോറേജ് പരിധി. തങ്ങളുടെ 15 GB പരിധി പ്രാബല്യത്തിൽ വരുമ്പോഴും എതിർ പ്ലാറ്റ്ഫോമുകൾ നൽകുന്നതിൻ്റെ 3 ഇരട്ടി ഫ്രീ സംഭരണശേഷി നൽകുന്നുണ്ടെന്നാണ് ഇതേക്കുറിച്ച് ഗൂഗിളിൻ്റെ നിലപാട്. പുതിയ മാറ്റം വാട്സപ്പ് ബീറ്റ ഉപയോക്താക്കൾക്ക് 2023 ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വന്നു തുടങ്ങി. ഇത് എല്ലാ ഉപയോക്താക്കൾക്കും 2024 ആദ്യം മുതൽ നടപ്പാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളും പറയുന്നത്. താമസിയാതെ എല്ലാ വാട്സപ്പ് ഉപയോക്താക്കൾക്കും ഇത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ ലഭിച്ചു തുടങ്ങും. വാട്സപ്പ് ചാറ്റ്സ് ബാക്ക് അപ്പ് വിഭാഗത്തിൽ പുതിയ മാറ്റം 30 ദിവസത്തിനുള്ളിൽ സംഭവിക്കുമെന്ന നോട്ടിഫിക്കേഷൻ കണ്ടു തുടങ്ങും.
അതേസമയം അനുവദിക്കുന്ന 15 GB ഫ്രീ പരിധിക്കപ്പുറമുള്ളവ സൂക്ഷിക്കണമെന്ന് കരുതുന്ന വാട്സപ്പ് സന്ദേശങ്ങളുണ്ടെങ്കിൽ അവ ഈ കാലയളവിനുള്ളിൽ ഡൗൺലോഡ് ചെയ്ത് മാറ്റണം.